മുന്തിരി വാങ്ങി വരാൻ ഇത്രയും നേരം വേണോ സാർ? അവൻ വെറുതെയൊന്ന് ചിരിച്ചു. ആർദ്ര ന്യൂസ് കണ്ടായിരുന്നോ? ഇല്ല, എന്തേ പ്രത്യേകിച്ച്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാണ്. അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് TV ഓൺ ചെയ്തു. പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അവന്. പ്രമുഖ ബിസിനസ്മാൻ ജയദേവൻ്റെ കാർ ആക്സിഡൻ്റായി. കേട്ടത് സത്യം തന്നെയാണോ എന്ന് അവൾ വീണ്ടും വീണ്ടും നോക്കി. സൈഡിൽ അവൻ്റെ ചിത്രം കാണിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ നിന്ന് റിമോട്ട് ഊർന്നു വീണു. കൂടെ അവളും. ഏയ് ആർദ്ര, ആർദ്ര, എടോ! അവളെ തട്ടി വിളിച്ചു. അരികെ ഇരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്തു കൊടുത്തു. എടോ! അവൾ പതിയെ കണ്ണു തുറന്നു. എന്താടോ, എണീറ്റേ! അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. വെള്ളം. അവൻ ആ കുപ്പി അവൾക്ക് നീട്ടി. സാർ എപ്പോഴാ അറിഞ്ഞേ? മുന്തിരി വാങ്ങാൻ പോയപ്പോൾ. എന്നിട്ട് അന്വേഷിച്ചോ? അവരെക്കുറിച്ചൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അന്വേഷിക്കണോ? 5 മിനിറ്റ്. അവൻ എഴുന്നേറ്റ് പോയി. കുറച്ചു കഴിഞ്ഞ് തിരികെ വന്നു. ആക്സിഡൻ്റ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ആർദ്ര. അവനിപ്പോൾ ഓക്കെയാണ്. അവൾ നെഞ്ചിൽ കൈയൊന്ന് ചേർത്തു. എന്തോ ബാക്കി അറിഞ്ഞ കാര്യങ്ങൾ അവളെ അറിയിക്കണ്ട എന്ന് തോന്നി. അവൻ ഓക്കെയാണെടോ. ആ ഡോക്ടറെയാണ് ഞാനിപ്പോൾ വിളിച്ചത്. കൈയും കാലും പ്ലാസ്റ്റർ ഉണ്ട് എന്നൊഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. കണ്ണുകൾ തുടച്ചു. സംസാരിക്കണോ? വേണ്ടെന്ന് തലയാട്ടി. അതാ നല്ലത്. ഈ അവസ്ഥയിൽ പ്രഗ്നൻ്റ് ആണെന്ന് കൂടി അറിയണ്ട. പാർവതി കൂടെ ഉണ്ടാകും, ഭാര്യയല്ലേ? അവൾ മറുപടി നൽകിയില്ല. അവനെ കാണാൻ തോന്നി, അടുത്തിരിക്കാൻ തോന്നി, ഞാനുണ്ട് എന്നാണ് പറയാൻ തോന്നി. ഇല്ല, കഴിയില്ല. തൻ്റെ സ്ഥാനം നഷ്ടമായിരിക്കുന്നു. ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാനും നെഞ്ചോട് ചേർത്തിരിക്കാനും ഞാനുണ്ട് എന്ന് പറയാനും ഇനി മറ്റൊരുവളുണ്ട്. അഗ്നിയെ സാക്ഷിയാക്കി ദേവൻ താലി കെട്ടിയ പെണ്ണ് പാർവതി. ജയദേവൻ അഡ്മിറ്റായിട്ട് ഇന്നേക്ക് 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. എന്നും പോകും. സത്യം പറയണമെന്ന് എന്നും കരുതും. പക്ഷേ കഴിയില്ല. തന്നെ ഒഴിവാക്കും പോലെയാണ് ദേവേട്ടൻ്റെ ഓരോ സംസാരങ്ങൾ. ഇനി ദേവേട്ടൻ തന്നെ വേണ്ടെന്ന് പറയുമോ? കയ്യിലെ പ്ലാസ്റ്റർ ഇന്നലെ വെട്ടിയെന്ന് പറഞ്ഞു. പപ്പടം കാച്ചുന്ന മണം മൂക്കിലേക്ക് അടിച്ചു കയറി. വായിൽ തെളിഞ്ഞ വെള്ളം. അവൾ ഓടി. എന്താ ഇത് പെട്ടെന്ന്? പപ്പടം തനിക്ക് ഇഷ്ടമാണല്ലോ, പിന്നെ എന്തേ? പാറുമോളെ, വരുന്നു ആൻറ്റി. അവൾ മുഖം കഴുകി പുറത്തേക്ക് വന്നു. എന്താ മോളെ? അറിയില്ല ആൻറ്റി, പപ്പടത്തിൻ്റെ മണം പറ്റിയില്ല. അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. എന്തേ, ഡേറ്റ് തെറ്റിയോ പാറു? അവളൊന്ന് പതറി. ഡേറ്റ് ശരിയാണ്, തെറ്റിയിട്ട് 4 ദിവസം കഴിഞ്ഞു. എന്താ മോളെ, വിശേഷമുണ്ടോ നിനക്ക്? അത് അറിയില്ല. അറിയില്ല ആൻറ്റി. വേഗം റെഡിയായി വന്നേ. ഡോക്ടറെ കണ്ടിട്ട് വരാം, എന്നിട്ട് കഴിക്കാം ഫുഡ്. അവൾക്ക് വേണ്ടെന്ന് പറയണമെന്ന് തോന്നിയിരുന്നു, പക്ഷെ പറഞ്ഞില്ല. അമ്മേ! താഴേക്ക് ഓടിച്ചെന്നു. അച്ഛൻ വീട്ടിൽ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞു. തറവാട്ടിലാണ് അവർ എല്ലാവരും. അമ്മേ! പാറുവിന് നല്ല ഛർദി. ഡേറ്റ് തെറ്റിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വേഗം വരാം. അവരുടെ മുഖം തെളിഞ്ഞു. സത്യമാണോ വത്സലെ? ആ അതെ അമ്മേ, പോയിട്ട് വരാം. അവർക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. ദേവൻ വീണുപോയാലും അവൻ്റെ കുഞ്ഞ് ജന്മം കൊള്ളാൻ പോകുന്നു. സമാധാനം. കൃഷ്ണ, നീ കാത്തു. കൺഗ്രാറ്റുലേഷൻസ് പാർവതി. പാർവതി പ്രഗ്നൻ്റ് ആണ്. അവളൊന്ന് ചിരിച്ചു കാണിച്ചു. വത്സലയുടെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പവുമില്ല. കുറച്ച് വിറ്റാമിൻ എഴുതി തരാം. ഓക്കെ ഡോക്ടർ. ദേവൻ ഇവിടെ അഡ്മിറ്റാണല്ലേ? അതെ. എന്നാ നേരിട്ട് പറഞ്ഞിട്ട് പോടോ. ശരി ഡോക്ടർ. ആ മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ കാലുകൾ വിറച്ചിരുന്നു. മുറിയിലേക്ക് മാറ്റിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഒരു മെയിൽ നേഴ്സാണ് കൂടെ നിൽക്കുന്നത്, നവീൻ. ഡോറിൽ തട്ടിയപ്പോൾ നവീൻ വന്ന് വാതിൽ തുറന്നു. ഇത്രയും ദിവസം കൊണ്ട് ദേവൻ സാറിൻ്റെ പെണ്ണിനെ അവന് പരിചയമായി കഴിഞ്ഞിരുന്നു. വരൂ മാഡം. ഇത്. അവൻ അമ്മയെ ചൂണ്ടി. സാറിൻ്റെ അമ്മയാണ്. അവനൊന്ന് പുഞ്ചിരിച്ചു. അവർ അത് ശ്രദ്ധിച്ചത് കൂടിയില്ല. ദേവനെ കാണെ ആശ്വാസം തോന്നി അവർക്ക്. അവരുടെ മുഖത്ത് നിറഞ്ഞ ചിരിക്ക് അർത്ഥം തിരയുകയായിരുന്നു അവൻ. ദേവാ, മോള് പ്രഗ്നൻ്റ് ആണ്. നീയൊരു അച്ഛനാകാൻ പോകുന്നു. ഞെട്ടി. ശക്തമായി തന്നെ ഞെട്ടി. തല കുനിച്ച് നിൽക്കുന്ന അവളെ ഒന്ന് നോക്കി. അമ്മ, കുറച്ചു നേരം മാറി നിൽക്കൂ. എനിക്ക് പാർവതിയോട് സംസാരിക്കണം. അതിനെന്താ ദേവാ, നിങ്ങൾ സംസാരിക്കൂ. അവർ പുറത്തേക്കിറങ്ങി വാതിലടച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭയം തോന്നി അവൾക്ക്. ആരുടെയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അന്ന് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതുപോലെ നിനക്കും അവസരമുണ്ടായിരുന്നു. പക്ഷേ ചെയ്തില്ല. ദേവേട്ട, നിനക്ക് മാത്രമേ അറിയൂ, അതോ അങ്കിളിനറിയുമോ? അവൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ കാലിലേക്ക് വീണു. എന്നോട് ക്ഷമിക്ക് ദേവേട്ട. അച്ഛൻ കാരണമാണ് ഞാൻ. സത്യം പറയാൻ എനിക്ക് അവസരമില്ലായിരുന്നു. എല്ലാം ദേവേട്ടൻ അറിഞ്ഞ് വിവാഹം വേണ്ടെന്ന് വെച്ചാൽ എനിക്കെൻ്റെ അനിയത്തിയെ നഷ്ടപ്പെടും. മനസ്സിലായില്ല. അവിടെ കുട്ടികളില്ലാത്ത അച്ഛൻ്റെ മേഡത്തിന് നീരുവിനെ ഒത്തിരി ഇഷ്ടമാണ്. അവർക്ക് അവളെ കൊടുത്താൽ ഒരു വലിയ എമൗണ്ട് ഓഫർ ഉണ്ടായിരുന്നു. അവനൊന്ന് ഞെട്ടി. അങ്ങനെയൊക്കെ ഏതെങ്കിലും അച്ഛന്മാർ ചെയ്യോ? ഏതെങ്കിലും അച്ഛന്മാർ ചെയ്യോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ ചെയ്യും. അമ്മയെ കല്യാണം കഴിച്ചത് പോലും പണം കിട്ടാനായിട്ടാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി, അമ്മ മരിച്ചത് തന്നെയാണ്. പക്ഷേ അതിന് ഇത്ര വേഗമാക്കിയത് അച്ഛനാണ്. അമ്മയുടെ പേരിൽ 35 ലക്ഷം രൂപ കിട്ടിയിരുന്നു അച്ഛന്. അവനൊന്ന് നിശ്വസിച്ചു.
കേട്ടത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന്. അച്ഛൻ എന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് ഈ വിവാഹം. ഈ കുഞ്ഞ് ദേവേട്ടൻ്റെ അല്ലെന്ന് അറിഞ്ഞാൽ അച്ഛൻ എന്നെ വെച്ചേക്കില്ല. അതിലും ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ്. എന്നെ കൈവിടല്ലേ ദേവേട്ട. ദേവേട്ടൻ്റെ ലൈഫിൽ ഒരു ശല്യത്തിനും ഞാൻ വരില്ല. ആ പേരിൽ ഒരു അവകാശവും എനിക്ക് വേണ്ട. ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്താ ദേവേട്ട, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? രണ്ടുപേരെ ഒരുപോലെ ചതിച്ചതല്ലേ നീ? ഞാൻ എന്താ വേണ്ടത് ദേവേട്ടൻ പറയൂ. അവനൊരു നിമിഷം കണ്ണുകൾ അടച്ചു. മനസ്സിൽ ഒരു പെണ്ണ് അങ്ങനെ തെളിഞ്ഞു വന്നു. അവളുടെ കൊഞ്ചിയുള്ള വിളി, ജയ്. അവളെ കാണണമെന്ന് തോന്നി. ആരു, എവിടെയാണ് നീ? 2-3 ദിവസമായി അപർണ ഛർദി തുടങ്ങിയിട്ട്. അമ്മ നീലിമ അവൾക്ക് മുന്നിൽ നിന്നു. സത്യം പറഞ്ഞോ അപ്പു, ഇത് ഭക്ഷണത്തിൻ്റെ ഒന്നുമല്ല എന്ന് എനിക്കറിയാം. പ്രഗ്നൻ്റ് ആണോ നീ? മുഖമുയർത്തിയില്ല. കൈയൊന്ന് ഉയർന്നു വീണു. അമ്മ, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. വാ, ഇപ്പോൾ തന്നെ പോകാം. ആരുടെ എന്നൊന്നും ചോദിക്കുന്നില്ല. പറയാൻ ആളുണ്ടാകില്ല ചിലപ്പോൾ. മോള് സമ്പാദിച്ചത് അത്രയും ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല ഞാൻ. അമ്മ, ആരും അറിയണ്ട. ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാം. അവളൊന്ന് ഞെട്ടി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഓ, അപ്പം ആരുടെയാണെന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ട് അല്ലേ? അവൾ മിണ്ടിയില്ല. ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം. അവൾ ഒരു നിമിഷം അങ്ങനെ നിന്നു. ഒരു കാലടി അങ്ങനെ അടുത്ത് വരുന്നുണ്ട്. അമ്മായി, എന്തേ വരാൻ പറഞ്ഞേ? അവരെയും അപ്പുവിനെയും മാറി മാറി നോക്കി അവൻ. എന്തേ അപ്പു? അവർ അപ്പോഴേക്കും കരഞ്ഞു തുടങ്ങിയിരുന്നു. എനിക്ക് വയ്യ എൻ്റെ ശ്രീ, കണ്ടില്ലേ? ആരോ കൊടുത്ത സമ്മാനം വയറ്റിൽ ചുമന്ന് നിൽക്കുകയാണ് അവൾ. അവനൊന്ന് ഞെട്ടി, പക്ഷെ പുറത്തേക്ക് കാണിച്ചില്ല. അപ്പു, ഞാനിനി എന്ത് ചെയ്യും ദൈവമേ? ഞാൻ അവളോട് ഒന്ന് സംസാരിക്കട്ടെ. അമ്മായി താഴേക്ക് ചെല്ലേ. അവളെ ഒന്ന് നോക്കിയിട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ താഴേക്കിറങ്ങി. ശ്രീ അവൾക്ക് അരികെ വന്ന് നിന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പു. വിവാഹം കഴിക്കാൻ, ഒന്നിച്ച് ജീവിക്കാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അവൾ അവനെ ഒന്ന് നോക്കി. പക്ഷേ മറ്റൊരാളുടെ കുഞ്ഞിനെ സ്വന്തം പോലെ കരുതാൻ മാത്രം വിശാലമായ ഹൃദയമൊന്നും എനിക്കില്ല. അവൾ മിണ്ടിയില്ല. അപ്പു കേൾക്കുന്നുണ്ടോ? നമുക്കിത് വേണോ അപ്പു? എൻ്റെ സാറിൻ്റെ കുഞ്ഞാണ്. എനിക്ക് വേണം ശ്രീ. കളയാൻ പറയല്ലേ പ്ലീസ്. പക്ഷേ എടാ, എനിക്ക് ശ്രീക്കൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്നറിയില്ലേ? പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നത്? പക്ഷെ മോളെ, അവൻ ഇപ്പോഴും ആ പെണ്ണുമായി കറങ്ങി നടക്കുവാണ്. അവനിതറിഞ്ഞാൽ ഇത് അംഗീകരിക്കുക പോലുമില്ല. വേണ്ട. അപ്പോൾ നീയോ? അവന് ഞാൻ മതി. അപ്പു പ്ലീസ് ശ്രീ, പ്ലീസ്. അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഇനി എൻ്റെ സമ്മതമില്ലാതെ ഈ കുഞ്ഞിനെ കളയാൻ നോക്കിയാൽ ഒപ്പം ഞാനും പോകും. അപ്പു ഡി. വേണ്ട, ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. പക്ഷേ ഒന്നും കഴിക്കാതെ ഇങ്ങനെ നടക്കല്ലേ പെണ്ണെ. നാളെ നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോകാം. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം, പോരെ? കരയാതിരിക്കൂ. അവർ നിൻ്റെ അമ്മയാണപ്പോ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഏതേലും അമ്മ സഹിക്കുന്ന കാര്യമാണോ ഇത്? അല്ല, എനിക്കറിയാം, തകർന്നു പോയി കാണും. പക്ഷേ ഇപ്പോൾ ഞാനും ഒരു അമ്മയല്ലേ ശ്രീ. എൻ്റെ മോനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ കയ്യിലൊന്ന് അമർത്തി അവൻ എഴുന്നേറ്റു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവനറിയാമായിരുന്നു.